ആത്മാവ് ശുദ്ധാനുഭവ സ്വരൂപനാണ്. അവിടെ മറ്റൊന്നില്ല. അതുകൊണ്ട് മറ്റൊന്നിനെ മാറി നിന്നറിയുന്ന അറിവൊന്നും ആത്മാവിൽ ഇല്ലേയില്ല. രണ്ടറിയുന്നുവെങ്കിൽ അത് ശുദ്ധനായ ആത്മാവിൻ്റെ അറിവല്ല എന്ന് അറിയേണ്ടതാണ്. അതിരിക്കട്ടെ, അപ്പോൾ ആത്മാവിനെ സർവജ്ഞൻ എന്ന് പറയുന്നതോ? എല്ലാറ്റിനെയും മാറി നിന്ന് അറിയുന്നു എന്ന അർത്ഥത്തിലല്ല സർവജ്ഞൻ എന്ന് പറയുന്നത്. താനല്ലാതെ മറ്റൊന്നുമില്ല. ഇനി പലതുണ്ടെന്ന് തോന്നുന്നെങ്കിൽ ആ പലതെല്ലാം താൻ തന്നെയാണ്. ഈ അദ്വൈതജ്ഞാനമാണ് സർവജ്ഞത്വം. ദേഹം ഇരിക്കവേ ആത്മജ്ഞാനം നേടുന്ന ഒരു ജീവൻ മുക്തന്റെ ആത്മാനുഭവമാണ് സർവജ്ഞത്വം. ശുദ്ധ ബ്രഹ്മത്തെ സർവജ്ഞനെന്നും പറയുകയേ സാധ്യമല്ല.